Bismillahir Rahmanir Rahim. In the name of Allah, the Beneficent, the Merciful. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ നടത്തുന്ന ഖുർആൻ പഠന ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശുദ്ധ റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാനുള്ളൊരു അവസരം നൽകപ്പെട്ടവരാണ് നമ്മൾ. നമുക്കറിയാം, മനുഷ്യൻ, പ്രത്യേകിച്ചും പ്രവാസികൾ, അവരുടെ തിരക്കേറിയ, വളരെ സമ്മർദ്ദം നിറഞ്ഞ വിവിധ രൂപത്തിലുള്ള ജീവിത സഞ്ചാരങ്ങൾക്കിടയിൽ ഖുർആൻ വിശേഷിപ്പിച്ച പോലെ അയ്യാമം മഅദൂദാത്ത്, കേവലം എണ്ണപ്പെട്ട ദിനങ്ങൾ നമ്മെ പിടിച്ചു വെച്ചുകൊണ്ട് വളരെ വലിയൊരു പരിശീലനം നൽകുന്ന ഒരു പാഠശാലയാണ് റമദാൻ മാസം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാന വികാരങ്ങളായ, ജൈവിക വികാരങ്ങളായ വിശപ്പ്, ലൈംഗികത, കോപം തുടങ്ങിയ വികാരങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട്, അതിനെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചുകൊണ്ട്, അതിലൂടെ മാനസികമായ തലങ്ങളിലേക്ക് എല്ലാ സൂക്ഷ്മതയും വളർത്തിയെടുത്തുകൊണ്ട്, അതിനപ്പുറം ആത്മീയമായ ഒരു തലത്തിലേക്ക് മനുഷ്യനെ ജീവിതത്തിന്റെ ഇരുട്ടിലാവട്ടെ വെളിച്ചത്തിലാവട്ടെ, ഒറ്റയ്ക്കിരിക്കുമ്പോഴാവട്ടെ കൂടെയിരിക്കുമ്പോഴാവട്ടെ, ഏതവസരത്തിലും അള്ളാഹു നമ്മുടെ എല്ലാ അവസരത്തിലും നമ്മെ കൂടെയുണ്ട്, നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി അവൻ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഏറ്റവും ചിട്ടയായ ഒരു ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു പരിശീലന കളരിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോവിഡിന് ശേഷം ഈ റമദാൻ മാസവും വിവിധ പരീക്ഷണങ്ങളുടെ, മാനസിക സമ്മർദ്ദങ്ങളുടെ, ആധിയുടെ, ഭീതിയുടെ പല രൂപത്തിലുള്ള ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇവിടെ നമുക്ക് ചെയ്യുവാനുള്ളത്, ഈ റമദാനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഊർജം, അത് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട്, ആ ഒരു പരിശീലനത്തിലൂടെ നാം നേടിയെടുത്തുള്ള ആ തവക്കുൽ അത് മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ട്, അതുവഴി അള്ളാഹു നമ്മുടെ കൂടെ ഏതവസരത്തിലും നമ്മോടടുത്ത് ചേർന്നുണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ടു പോകുവാനുള്ള ഒരു പാഥേയമാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ റമദാൻ മാസത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പാഥേയം ഇനി അതിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും പുണ്യമായ ദിനങ്ങളിലൂടെ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തുൻ അർളുഹസ് സമാവാതി വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഖുർആൻ പറയുന്നത്, നമ്മൾ നമ്മുടെ പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നോട്ട് പോകുക. എന്തിനു വേണ്ടി? അല്ലാഹുവിലേക്ക്. വജന്നത്തിൻ അർളുഹസ് സമാവാത്, ആകാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി, അത് ലഭിക്കുന്നതിന് വേണ്ടി പാപമോചനം നേടിക്കൊണ്ട് ധൃതിപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവിടെ റമദാനോടുകൂടി നാം ഇതെല്ലാം നിർത്തിക്കളയേണ്ടതാണോ? അല്ല. ഖുർആൻ ഒരു ഉപമ പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 92-ാമത്തെ ആയത്തിൽ ഖുർആൻ പറയുന്ന ഒരു ഉപമയുണ്ട്, ഒരു സ്ത്രീയുടെ, ഒരു ബുദ്ധിശൂന്യയായ ഒരു സ്ത്രീയെക്കുറിച്ച്. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥ. നിങ്ങൾ ഒരു ബുദ്ധിശൂന്യമായ ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആവരുത്. വളരെ ശക്തമായ ഒരു പാശം, ഒരു കയറ് നൂൽനൂറ്റ് എടുത്തതിന് ശേഷം അതിനെ അതേ രൂപത്തിൽ ധൂളികളാക്കി, ധൂമങ്ങളാക്കി ഉടച്ചു കളയുന്ന പോലെ ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറയുന്നുണ്ട്. ആ ഖുർആൻ വചനത്തിന്റെ സന്ദേശം നാം നേടിയെടുത്തിട്ടുള്ള ഈ ജീവിത ചിട്ടകൾ ഭക്ഷണത്തിലൂടെ, മാനസികമായ തലങ്ങളിലൂടെ ആത്മീയമായ ഉന്നതിയിലേക്ക് നാം പോയപ്പോൾ ആ നേടിയെടുത്തിട്ടുള്ള പരിശീലനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അറിയാം, പല രൂപത്തിലുള്ള അസുഖങ്ങളെ കൊണ്ട്, അനാരോഗ്യമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഏതവസരത്തിലാണ് നാം മരണപ്പെട്ടു പോവുക എന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ രൂപത്തിൽ ഏതവസരത്തിൽ മരണപ്പെട്ടു പോകുമ്പോഴും തന്റെ റബ്ബിലേക്കാണ് യാത്ര എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ പാതയത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, സന്തോഷത്തോടുകൂടി, ക്ഷമയോടുകൂടി ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട്, ആത്മീയമായ എല്ലാ അർത്ഥത്തിലുള്ള ഊർജവും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. ഇവിടെ എന്റെ ചോദ്യം ഞാൻ ഓതി വെച്ചിട്ടുള്ള ലാ തകൂനു കല്ലതീന ഖലദ് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥ എന്നുള്ള ആയത്തിന്റെ ഭാഗം, അത് ഏത് സൂറത്തിലാണ്, അത് ഏത് ആയത്തിലാണ് എന്നുള്ളത് ആണ് നിങ്ങൾ ഉത്തരം ചെയ്യേണ്ടത്.
ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.